ഇന്ന് രാവിലെ എനിക്ക് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് മഴ പെയ്യുണ്ടായിരുന്നു പുറത്ത്. അത് കണ്ട് ഇടിയിട്ടോട്ടാണോന്നറിയില്ല. നല്ല എനർജി ആയിരുന്നിട്ട് ഇന്ന് രാവിലെ പണിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പുറത്ത് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. കിച്ചണിൽ നിന്നിട്ട് പണിയെടുക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നേ. അങ്ങനെ കിച്ചണിലെ പണി ഒരുവിധം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതാ കുറച്ച് നേരം മുറ്റത്ത് നിന്ന് മഴ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണെന്നുണ്ടെങ്കിലോ മഴയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചെറുതായിട്ടേ പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ഐനൂസ് അംഗനവാടി പോകണില്ല കേട്ടോ. അതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ് ആള്. അവൾക്ക് ചെറിയ തോതിലൊരു പനി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അവളെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. കൂടെ ഞാനും ഇന്ന് വർക്കിന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷിനിക്കാക്ക വർക്കിന് പോകും മുന്നേ ഫുഡ് കഴിച്ചപ്പോൾ ഞാനും ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്കൻ്റെ കൂടെ തന്നെ. അങ്ങനെ ഇക്കാക്ക ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് നേരെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക വർക്കിന് പോയ ഉടനെ തന്നെ ഞാനെന്താ എൻ്റേതായ പണിയിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സോഫ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ അടിച്ചു വാരി തുടക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. കാരണം അതിനും സെനിറ്റ് വന്നതിൻ്റെ ഈ പണിയൊന്നും നടക്കൂല കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് തുണികൾ തിരുമ്പിയത് നമ്മുടെ ജനലിൻ്റെ മുകളിൽ കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉണങ്ങിയതൊക്കെ കൈയോടെ അങ്ങോട്ട് മടക്കി വെക്കാം കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുണികളൊന്നും കിടക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാല്ലേ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചത് നേരെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ അതിനും സെനിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചൺ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പക്ഷെ ഇപ്പം തന്നെ കുളമാവും കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള കുക്കീനും കാര്യങ്ങളൊക്കെ കയറണം കേട്ടോ. അവൾ ഉറക്കണിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയത് പനിക്കുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതേ വേഗം ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ വേഗം തന്നെ തുടക്കാനുള്ള പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി ഉച്ചക്കത്തേക്കുള്ള പണി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ അതിനനുസരിച്ച് ചൂടുവെള്ളത്തിൽ അട കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പനി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൾ പച്ചവെള്ളത്തിൽ അട കുളിപ്പിക്കാറുള്ളത്. അവൾക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവൾക്ക് ഇതാ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കുളിച്ചല്ല മേല് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മേലൊക്കെ കഴിച്ച് അവൾക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് നേരെ സോഫ സെറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ ഇരുന്ന് അവൾ കളിച്ചോളും. അപ്പോഴത്തേക്ക് എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവൾ എണീക്കാത്തോട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുടഞ്ഞ് വിരിക്കാണ്ടിരുന്നത്. അവൾ എണീറ്റ് ഉടനെ തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഉച്ചക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയും കിച്ചണിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ അടുത്ത ഷോർട്സ് ആയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ.